Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസ് വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സർക്കിളിന് ചുറ്റും നമുക്ക് ഓരോ ഒബ്ജക്ട്സ് എങ്ങനെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു സംശയമാണ് ഒരു സർക്കിളിന് ചുറ്റും എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇതേപോലെയൊക്കെ ഏകദേശം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിത് പലപ്പോഴും ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ചുറ്റും പലരും ഇങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ പെർഫെക്റ്റായിട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട്. ഞാൻ അതിന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് വയ്ക്കാം, അത് ആവശ്യമില്ല, എന്നാലും അവിടെ ഇരുന്നോട്ടെ. ഞാൻ ആദ്യം ഒരു ഫിൽ കളർ കൊടുക്കാം. സ്ട്രോക്ക് മാറ്റാം. ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഇവിടെ ഇതിൻ്റെ നേരെ സെൻറ്ററിൽ ഇവിടെ എനിക്ക് സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റും. സ്മാർട്ട് ഗൈഡ്സ് ഓൺ അല്ലെങ്കിൽ വ്യൂവിൽ പോയതിന് ശേഷം സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു ലൈൻ ഇങ്ങനെ വരും സെൻറ്റർ ആകുമ്പോൾ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അപ്പം ആ സർക്കിളിൻ്റെ സെൻറ്റർ ആ ലൈനിൽ തന്നെ വരും. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 8 സർക്കിൾ മതി എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട്, രണ്ടും സിമ്പിൾ തന്നെയാണ്. ഇത് നമുക്കൊരു രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഡ്രാഗ് ചെയ്താൽ ഷിഫ്റ്റും ഓൾട്ടോ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇത് രണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. ഞാൻ ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ആക്കുന്നു. ഇനി ഞാൻ ഇതിന് Ctrl+C Ctrl+F എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ഇൻ ഫ്രണ്ട് എന്നാണ്. അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ പേസ്റ്റ് ചെയ്യും. ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് എനിക്ക് 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാൻ Ctrl+C Ctrl+F കൊടുക്കുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. Ctrl+C Ctrl+F ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം വരെയാണെങ്കിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് വേറൊരു നമ്പർ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ പോലും അല്ലാത്തൊരു നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരുന്നോട്ടെ, ഇനി എടുത്ത് വയ്ക്കാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതുവരെ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. എന്നിട്ട് ആദ്യം നമ്മൾ സെലക്ഷൻ ടൂൾ വെച്ച് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൊട്ടേറ്റ് ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ സെൻറ്റർ എന്ന് കാണാൻ പറ്റും. സെൻറ്റർ എന്ന് കാണുന്നിടത്ത് നമ്മൾ മൗസ് പോയിൻ്റർ സ്റ്റോപ്പ് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ കൊടുക്കാനുള്ളത് 360 ഡിവൈഡഡ് ബൈ, അതായത് സ്ലാഷ് നമുക്ക് എത്ര കോപ്പിയാണ് ടോട്ടൽ വേണ്ടത്. നമുക്കിനി മൊത്തത്തിൽ ഒരു 9 കോപ്പി വേണമെങ്കിൽ ഞാനിവിടെ 9 കൊടുക്കുന്നു. എന്നിട്ട് കോപ്പി എന്ന് കൊടുക്കുന്നു. കോപ്പി എന്ന് തന്നെ കൊടുക്കണം, ഓക്കെ കൊടുക്കരുത്. ഇനി Ctrl+D അടിക്കുന്നു. Ctrl+D എന്ന് പറഞ്ഞാൽ ഈ സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനാണ്. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം എഗെയിൻ എന്ന് പറയുന്ന ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിനി ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ കൂടിയ ഒരു നമ്പർ കൊടുത്ത് നോക്കാം. എണ്ണം കൂടുതൽ കൊടുത്ത് നോക്കാം. സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് ടൂൾ എടുക്കുന്നു, ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. 360 ഡിവൈഡഡ് ബൈ 18 കൊടുത്ത് നോക്കാം. എന്നിട്ട് കോപ്പിയാണ് കൊടുക്കാനുള്ളത്. Ctrl+D. വാ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു സർക്കിളിന് ചുറ്റും ഏതൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പക്ഷേ നമുക്ക് ഉപയോഗം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.